എല്ലാവർക്കും സഹാരി റേസ് പ്ലസിന്റെ മൂന്നാമത്തെ പെർസെൻറ്റേജിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2 പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ 2 പാർട്ടിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഏറ്റവും ബേസിക് മുതൽ ഫുൾ കവർ ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തുടക്കം കണ്ടിട്ട് മൂന്നാമത്തെ പാർട്ട് വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് എന്ന കൺസെപ്റ്റ് മനസ്സിലാകാൻ അത് ഉപകാരപ്പെടും. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോദ്യം: എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഇഫ് എ's income is 25% more than b's income, then b's income is what percentage less than a's income? അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും പരീക്ഷകൾക്ക് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ്. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ ബിയുടേത് എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പം നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പം അത് 25 തന്നെയല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. അല്ല മക്കളെ, ആദ്യം ഈ കണക്ക് ചെയ്യുന്ന ഷോർട്ട് മെത്തേഡ് പറഞ്ഞു തരാം, പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകത, ചോദ്യത്തിലാകെ ഒരേ ഒരു വാല്യൂ സംഖ്യയെ കാണത്തുള്ളൂ. കണ്ടോ, ഇവിടെ 25 എന്നൊരു സംഖ്യ മാത്രമേ ചോദ്യത്തിലുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ആ 25 അങ്ങോട്ട് എഴുതി വെക്കുക. 25 എന്ന് എഴുതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ 25% കൂടുതൽ എന്നാണോ കുറവ് എന്നാണോ എന്ന് നോക്കുക. ഇവിടെ കൂടുതൽ എന്നാണ്, മോർ എന്നാണ്, ശരിയല്ലേ? കൂടുതൽ എന്ന് ആണെങ്കിൽ ആ 25 100 കൂട്ടി 125 എന്ന് താഴെ എഴുതുക. ഇൻറ്റു 100 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒന്നുകൂടെ ചെയ്തത് പറയാം. സോ ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ മാത്രമേ കാണത്തുള്ളൂ. ആ സംഖ്യ 25 അത് എഴുതി. ഡിവൈഡഡ് ബൈ ആ സംഖ്യ കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ, മോർ എന്നാണെങ്കിൽ ആ 25 100 കൂട്ടി താഴെ എഴുതണം. ഇൻറ്റു 100 ചെയ്യണം എപ്പോഴും. വെട്ടിച്ചെറുതാക്കിയേ 25 125 വെട്ടിക്കളയാ 5, 100/5 നമ്മുടെ ആൻസർ 20 എന്ന മക്കളെ കിട്ടുന്ന 20. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 20%. ഇതാണ് ചെയ്യേണ്ട രീതി. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ കാണത്തുള്ളൂ. ആ സംഖ്യ എഴുതി അത് 100 കൂട്ടി താഴെ എഴുതാൻ കാരണം 25 കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ എന്നാണ്, അതുകൊണ്ടാണ്. 25 കഴിഞ്ഞുള്ള വാക്ക് കുറവ് എന്നാണെങ്കിൽ അത് 100 കുറച്ച് വേണം താഴെ എഴുതാൻ. ഇൻറ്റു 100 എപ്പോഴും ചെയ്യണം. സോ ആൻസർ 20%. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ വേഗം ഇങ്ങനെ ചെയ്തോളുക, വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ശരി, ഇനി ഇതിൻ്റെ കൺസെപ്റ്റും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മക്കളെ ശ്രദ്ധിച്ചോ. എയും ഉണ്ട് ബിയും ഉണ്ട്. കഥയിൽ 2 കഥാപാത്രങ്ങൾ, ഒരാൾ എ ഒരാൾ ബി, അല്ലേ? ഇവർ പറയുവാണ് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ ബിയുടെ വരുമാനം 100 ആണെങ്കിൽ ഇതിനേക്കാൾ 25% കൂടുതലാണ് എക്ക്. അപ്പോൾ എയുടെ വരുമാനം 125 എന്നെടുക്കാം. ബിയുടേതിനേക്കാൾ 25% കൂടുതൽ എന്നാണ്. അപ്പോൾ ബിയുടെ 100 ആണെങ്കിൽ 100നേക്കാൾ 25% കൂടുതൽ. അപ്പോൾ എയുടെ 125 എന്ന് കിട്ടും. സോ എയുടെ 125, ബിയുടെ 100. ഇപ്പോൾ ബിയുടേതിനേക്കാൾ 25% കൂടുതലാണ് എക്ക്. ഇനി ചോദിക്കുവാണ്, എങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര കുറവ്? അപ്പോൾ എയുടേതിനെ വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. ആദ്യം എത്രയാണ് കുറവെന്ന് നോക്കുക. 25 കുറവ്. അത് എയുടേതിനേക്കാൾ എത്ര കുറവെന്ന് നോക്കണം. അപ്പം ആ 25 കുറവ് 125ൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. അപ്പോൾ 25/125 × 100, മുമ്പേ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ആൻസർ 20% എന്ന് കിട്ടും. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25 കൂടുതലാണെന്നല്ലേ. അപ്പോൾ ബിയുടെ വരുമാനത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നു. ഇതിനേക്കാൾ 25 കൂടുതലാണ് എക്ക്. അപ്പോൾ എക്ക് 125. ഇനി ബിയുടേത് എത്ര കുറവാണ്, എത്ര ശതമാനം കുറവാണ് എയുടേതിനേക്കാൾ എന്ന് പറയുമ്പം അവിടെ എയുടേതിനെ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്.
25 കുറവ്. അത് എയുടേതിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. അപ്പോൾ 25 125ൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 25/125 × 100. റെഡി? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P's income is 50% more than Q's income, then Q's income is what percentage less than P's income? അല്ലേ? പിയുടെ വരുമാനം ക്യൂവിൻ്റെ വരുമാനത്തേക്കാൾ 50% കൂടുതലാണ്. ക്യൂവിൻ്റേത് പിയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ, ആ സംഖ്യ 50 ആണ്. അപ്പോൾ ആ സംഖ്യ നമ്മൾ അങ്ങോട്ട് എഴുതി. ഇനി 50 കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ എന്നാണോ കുറവ് എന്നാണോ നോക്കി. ഞാൻ മനസ്സിലാക്കി 50 കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ എന്നാണ്, കൂടുതൽ എന്നാണ്, മോർ എന്നാണ്. അപ്പോൾ 50 100നോട് കൂട്ടി താഴെ എഴുതണം. 150 × 100 ആയിരിക്കും നമ്മുടെ ഉത്തരം. 50ഉം 150ഉം കൂടെ വെട്ടിക്കളയാം 3 തവണ. 100 ഡിവൈഡഡ് ബൈ 3 33.33% എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? സോ 33.33%. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. റഹീമിൻ്റെ ഉയരം രാഹുലിൻ്റേതിനേക്കാൾ 25% കുറവാണ് എങ്കിൽ രാഹുലിൻ്റെ ഉയരം റഹീമിൻ്റേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ചോദ്യത്തിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, 25. ആ 25 അങ്ങ് എഴുതി. ഇനി 25% കുറവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 25 100ൽ നിന്ന് കുറച്ച് താഴെ എഴുതണം. അപ്പോൾ 75 × 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. അല്ലേ? കൂടുതൽ എന്ന് പറഞ്ഞാൽ 100നോട് കൂട്ടി താഴെ എഴുതണം. കുറവ് എന്നാണെങ്കിൽ 100ൽ നിന്ന് കുറച്ച് താഴെ എഴുതണം. സോ 25 75 വെട്ടിക്കളയാം 3 തവണ. 100/3 33.33% എന്ന് കിട്ടും. 33.33% എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 33.33%. റെഡി അല്ലേ? ഓക്കെ, മുന്നോട്ട്. അടുത്ത ചോദ്യം. ഉമയുടെ ശമ്പളം രമ്യയുടെ ശമ്പളത്തേക്കാൾ 40% കുറവാണ് എങ്കിൽ രമ്യയുടെ ശമ്പളം ഉമയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ, അത് 40 എഴുതി. അത് കഴിഞ്ഞ് വരുന്ന വാക്ക് കുറവെന്നാണ്. അപ്പോൾ 100ൽ നിന്ന് 40 കുറച്ച് താഴെ എഴുതി. 60 × 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ. 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ. ശരിയാണോ മക്കളെ? യെസ്. എത്ര കിട്ടും ആൻസർ? 200 ഡിവൈഡഡ് ബൈ 3 എന്നല്ലേ വരുന്നേ? 200 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 6 3 18 അല്ലേ? വീണ്ടും 6 66ഉം മിശ്രഭിന്നമായിട്ടാണ് കിടക്കുന്നത്. 2/3% എന്ന് കിട്ടും. 66ഉം 3ൽ 2%. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 66ഉം 3ൽ 2%. നല്ല ക്ലിയർ ആണല്ലോ? ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? എങ്കിൽ വീണ്ടും മുന്നോട്ട്. സോ ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറി. ശ്രദ്ധിച്ചേ. പെട്രോളിൻ്റെ വിലയിൽ 25% വർധനവുണ്ടായാൽ ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ എത്ര ശതമാനം കുറയ്ക്കണം? അല്ലേ? ചോദ്യം വേറെയാ. പെട്രോളിൻ്റെ വിലയിൽ 25% വർധനവുണ്ടായി, ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? ആദ്യം ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ്, അത് കഴിഞ്ഞ് അതിൻ്റെ കൺസെപ്റ്റ് പറയാം. ഷോർട്ട് മെത്തേഡ് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയുള്ളൂ, ആ സംഖ്യ എഴുതുക 25. ഇനി ആ സംഖ്യ കഴിഞ്ഞ് വരുന്ന വാക്ക് കൂടുതൽ എന്നാണോ കുറവ് എന്നാണോ നോക്കുക. കൂടുതൽ, വർധനവെന്നാണ്. അപ്പോൾ അത് 100നോട് കൂട്ടി താഴെ എഴുതുക. 125 × 100 ആയിരിക്കും നമ്മുടെ ഉത്തരം ആയിട്ട് വരുന്നത്. 25ഉം 125ഉം വെട്ടിക്കളയ 5. 100/5 എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 20%. നമ്മുടെ ആൻസർ 20%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ആൻസർ 20%, ഓപ്ഷൻ ബി. അപ്പോൾ ഇത്തരം ചോദ്യം വന്നാലും ഇതേ രീതിയിൽ ചെയ്യാം എന്ന കാര്യം ഓർത്ത് വെക്കണം. ഇനി അതിൻ്റെ കൺസെപ്റ്റ് പറയാം മക്കളെ. നമുക്കറിയാവുന്ന ഒരു കാര്യം, പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻസ് അല്ലേ? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻസ് ആണോ? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കൺസപ്ഷൻ കുറച്ചുകൊണ്ടിരുന്നാൽ എക്സ്പെൻസിൽ മാറ്റം വരാതെ ആക്കാൻ പറ്റും, എക്സ്പെൻസ് മാറ്റം ഉണ്ടാക്കാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകും. അതായത് മക്കളെ,
20 രൂപയായിരുന്നു പെട്രോളിൻ്റെ വില എന്ന് വിചാരിക്കുക. ഞാൻ ഒരു ദിവസം 5 ലിറ്റർ പെട്രോൾ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ആകെ എക്സ്പെൻസ് ആകുന്നത് 100 രൂപയാണ്. ഞാൻ എഴുതിയത് ക്ലിയർ അല്ലേ? 20 രൂപയാണ് പ്രൈസ്, ഇത് പ്രൈസാണ്, ഇത് കൺസപ്ഷനാണ് അല്ലേ? സോ 20 രൂപയാണ് പ്രൈസ്, ഞാൻ 5 ലിറ്റർ കൺസപ്ഷൻ ചെയ്യും, എനിക്ക് 100 രൂപയാണ് എക്സ്പെൻസ് പെട്രോളിൻ്റെ കേസിൽ അല്ലേ മക്കളെ? ഇത്തവണ പെട്രോൾ അടിക്കാൻ ചെന്നപ്പം വില കൂടിയെന്ന് മനസ്സിലായി, പ്രൈസ് ഇൻക്രീസ് ചെയ്തു. 20 എന്നുള്ളത് 25 അല്ലേ? എനിക്ക് എക്സ്പെൻസ് കൂട്ടാൻ ഉദ്ദേശമില്ല. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിലുള്ള മാർഗം കൺസപ്ഷൻ കുറയ്ക്കുക എന്നാണ്. അപ്പം 5 ലിറ്റർ യൂസ് ചെയ്ത ഞാൻ 4 ലിറ്റർ യൂസ് ചെയ്താൽ എൻ്റെ എക്സ്പെൻസിൽ മാറ്റം വരാതെ ഇരുന്നോളും. ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്കിയേ, പ്രൈസ് കൂടിയ സമയത്ത് എക്സ്പെൻസിൽ മാറ്റം വരാതിരിക്കാൻ ഞാൻ ചെയ്തത് കൺസപ്ഷൻ കുറയ്ക്കുകയല്ലേ? അതാണ് ചോദ്യം. പ്രൈസ് 25% കൂടിയാൽ കൺസപ്ഷൻ എത്ര ശതമാനം കുറച്ചാൽ എക്സ്പെൻസിൽ മാറ്റം വരാതിരിക്കും? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഓർക്കുക, ഒരേ ഒരു സംഖ്യ കൂടി എന്നാണെങ്കിൽ അത് 100നോട് കൂട്ടി താഴെ എഴുതുക, കുറച്ചു എന്നാണെങ്കിൽ 100നോട് കുറച്ച് താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്താൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കോളും. ചെയ്യുന്ന രീതി ക്ലിയർ അല്ലേ? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻസ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കൺസപ്ഷൻ കുറച്ചുകൊണ്ടിരുന്നാൽ എക്സ്പെൻസിൽ മാറ്റം വരാതിരുന്നോളും. റെഡിയാണേ? ആണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. പഞ്ചസാരയുടെ വിലയിൽ 20% വർധനവുണ്ടായാൽ ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം കൺസപ്ഷൻ എത്ര ശതമാനം കുറയ്ക്കണം? ഓക്കെ മക്കളെ, പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എന്ത്? എക്സ്പെൻസ് ആണോ? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കൺസപ്ഷൻ കുറച്ചുകൊണ്ടിരുന്നാൽ എക്സ്പെൻസിൽ മാറ്റം ഉണ്ടാകാതിരുന്നോളും. ശരിയല്ലേ? ഇവിടെ പ്രൈസ് 20% വർദ്ധിച്ചു എന്നല്ലേ? ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയുള്ളൂ 20, അത് എഴുതി. വർദ്ധിച്ചു എന്നായതുകൊണ്ട് 100നോട് കൂട്ടി താഴെ എഴുതി 120 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 20ഉം 120ഉം കൂടെ വെട്ടിക്കളയാം. 6 തവണ 100/6 എന്ന് പറഞ്ഞാൽ 2 വെച്ച് വെട്ടുമ്പം 50/3 എന്ന് കിട്ടും. സോ ആൻസർ 16ഉം 3ൽ 2 എന്ന് കിട്ടും. 16ഉം 3ൽ 2 എന്ന് കിട്ടും. ശരിയാണോ? 16ഉം 3ൽ 2%. സോ 16ഉം 3ൽ 2 എന്ന് പറഞ്ഞാൽ 16.66 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചോദ്യം: അരിയുടെ വില 20% കുറയുന്നു. ഉപഭോഗം എത്ര ശതമാനം കൂട്ടിയാൽ ചെലവ് കുറയാതിരിക്കും? നമുക്കറിയാം, മുമ്പത്തെ പോലെ തന്നെ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ആണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് പ്രൈസ് കുറഞ്ഞു എന്നാണ്. പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് കൺസപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും, ചെലവിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, അത് 20 ആണ്. അത് എഴുതി. 20% കുറയുന്നു എന്നാണ്. 100ൽ നിന്ന് 20 കുറച്ച് എഴുതാം, 80 ഇൻറ്റു 100 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 20ഉം 80ഉം വെട്ടിക്കളയാം. 4 തവണ 100/4, 25% എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. കൺസപ്ഷൻ 25% വർദ്ധിപ്പിക്കാൻ കൂട്ടാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്നുകൂടെ മാറിയിട്ടുണ്ട്. ഒരു ചതുരത്തിന്റെ നീളം 50% വർദ്ധിപ്പിച്ചു. വിസ്തീർണത്തിൽ വ്യത്യാസം വരാതിരിക്കാൻ വീതി എത്ര ശതമാനം കുറയ്ക്കണം? The length of a rectangle is increased by 50%. By what percent should the breadth be reduced so that the area remains unchanged? അല്ലേ? അപ്പം ഇവിടെ ചതുരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, ആണോ? എനിക്കറിയാം, ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ആണോ? അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത് എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ലെങ്ത് 50% കൂടിയാൽ ബ്രെഡ്ത്ത് എത്ര ശതമാനം കുറച്ചാലാണ് ഏരിയയിൽ മാറ്റം വരാതിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. മുമ്പത്തെ അതേ പാറ്റേൺ അല്ലേ?
പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന അതേ ലോജിക്ക്. അപ്പോൾ ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, ആ സംഖ്യ എഴുതി 50. ഇനി 50% വർദ്ധിച്ചു എന്നായതുകൊണ്ട് അത് 100നോട് കൂട്ടി താഴെ എഴുതി 150 ഇൻറ്റു 100 നമ്മുടെ ഉത്തരം. 50ഉം 150ഉം വെട്ടിക്കളയാം 3 തവണ. 100 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ആൻസർ 33.33% എന്നാണ് കിട്ടുന്നത്. സോ 33.33%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഒരു ചോദ്യോടെ ശ്രദ്ധിച്ചോ മക്കളെ. അടുത്ത ചോദ്യത്തിൻ്റെ പാറ്റേൺ വീണ്ടും മാറിയിട്ടുണ്ട്, പക്ഷേ ചെയ്യുന്ന രീതി സെയിം ആണ്. നോക്ക്, ഒരു ടൂത്ത് പേസ്റ്റിൽ 25% എക്സ്ട്രാ കൂടുതൽ എന്നെഴുതിയിരിക്കുന്നു. എത്ര ശതമാനം ഡിസ്കൗണ്ട്, കിഴിവിന് തുല്യമാണിത്? എ ടൂത്ത് പേസ്റ്റ് പാക്ക് സേസ് 25% എക്സ്ട്രാ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ ഇത് വീണ്ടും പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ കാണാറുണ്ട് അല്ലേ. അതിൽ സാധാരണ കാണുന്ന ഒരു ഡിസ്കൗണ്ടാണ് 10% എക്സ്ട്രാ, 20% എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കറുകൾ ചില ബോട്ടിൽസും ട്യൂബ്സും ഒക്കെ എടുക്കുമ്പോൾ കാണും അല്ലേ. അത് എത്ര ശതമാനം കിഴിവിന് തുല്യമാണ്? അതായത് ഒരു ടൂത്ത് പേസ്റ്റിൽ 25% എക്സ്ട്രാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഡിസ്കൗണ്ട് ആയിട്ട് തന്നാൽ എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? അപ്പോൾ ഇത്തരം ചോദ്യം വന്നാലും ചെയ്യുന്ന രീതിക്ക് മാറ്റമില്ല എന്ന് മനസ്സിലാക്കുക. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യ 25, അത് എഴുതി. 25% കൂടുതൽ എന്നായതുകൊണ്ട് 100നോട് 25 കൂട്ടി താഴെ എഴുതി 125 ഇൻറ്റു 100 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 25ഉം 125ഉം വെട്ടിക്കളയാം 5. 100/5 നമ്മുടെ ആൻസർ 20% എന്ന് കിട്ടും. 20%, അതായത് 25% എക്സ്ട്രാ തരുന്നതും വിലയിൽ 20% ഡിസ്കൗണ്ട് തരുന്നതും ഒരേ തരത്തിലുള്ള ഡിസ്കൗണ്ടാണ്. അപ്പോൾ 25% എക്സ്ട്രാ എന്ന് പറയുന്നത് 20% ഡിസ്കൗണ്ടിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇതെല്ലാം ഒരേ പാറ്റേണിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരേ പാറ്റേൺ അല്ല, പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, ചെയ്യുന്ന രീതി സെയിം ആണ്. ഓരോന്നും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസാണ്, പക്ഷേ ചെയ്യുന്ന രീതി എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം മക്കളെ. എപ്പോഴും എക്സാമിന് പെർഫോം ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചു വെക്കണം. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഇങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ബുക്കിൻ്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം വീണ്ടും 10% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം? ഇതാണ് നമ്മുടെ 11ാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ബുക്കിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു. ഒരു ബുക്കിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു. ഓക്കെ, വീണ്ടും അതിൻ്റെ വില 10% വർദ്ധിപ്പിച്ചു എങ്കിൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം? അപ്പോൾ നമ്മൾ ആദ്യം ഈ ചോദ്യം കാണുമ്പം ഒരു ബുക്കിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു, വീണ്ടും 10% വർദ്ധിപ്പിച്ചു എങ്കിൽ വില ആകെ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ 20ഉം 10ഉം കൂട്ടി വില ആകെ 30% വർദ്ധിക്കില്ലേ എന്ന് നമുക്ക് ആദ്യം തോന്നും. എന്നാൽ അത് തെറ്റാണ്. ആദ്യം 20% വർദ്ധിപ്പിച്ചിട്ട് വീണ്ടും 10% വർദ്ധിപ്പിച്ചാൽ ആകെ 30% അല്ല വർദ്ധിക്കുന്നത്, അതിൽ കൂടുതൽ വർദ്ധിക്കും. അപ്പോൾ ഈ ചോദ്യം വന്നാൽ ഇത് ചെയ്യാനുള്ള 2-3 ലോജിക്കുകൾ, കൺസെപ്റ്റുകൾ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാം, എന്നിട്ട് അതിൻ്റെ കൺസെപ്റ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. 20% വർദ്ധിപ്പിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ 100നോട് 20 കൂട്ടി 120/100 എന്ന് എഴുതണം. 20% വർദ്ധിപ്പിച്ചു എന്ന് കേട്ടാൽ 100നോട് 20 കൂട്ടി 120/100. 20% കുറച്ചു എന്നാണെങ്കിൽ 80/100. കേൾക്കുന്നുണ്ടോ? കൂട്ടി എന്ന് പറയുമ്പോൾ 100നോട് കൂട്ടി പറഞ്ഞാൽ, കുറച്ചു എന്ന് പറയുമ്പോൾ 100നോട് കുറച്ച്. 20% കൂട്ടിയെന്നായതുകൊണ്ട് 120/100 ഇൻറ്റു വീണ്ടും 10% കൂട്ടിയെന്ന, അപ്പം ഇൻറ്റു 110/100. ഇങ്ങനെ എഴുതി വെക്കുക ആദ്യം. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ആദ്യം 20% കൂട്ടി എന്ന് പറയുമ്പോൾ 120/100, വീണ്ടും 10% കൂട്ടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 110/100. ഇത്ര എഴുതിയതിന് ശേഷം ഇതിലെ ഒരു 100 വെട്ടിക്കളയാതെ അവിടെ ഇട്ടേക്കുക. ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കുക. 0 0 വെട്ടിപ്പോയി, 0 0 വെട്ടിപ്പോയി. ആണോ?
12 × 11 നമുക്ക് 132 വരും. ആണോ മക്കളെ? ബൈ നമ്മൾ വെട്ടിക്കളയാത്ത 100 താഴെ കിടപ്പുണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് കമ്പയർ ചെയ്യാൻ താഴെ ഒരു 100 വേണം. അതുകൊണ്ടാണ് 100നെ നമ്മൾ വെട്ടിക്കളയാതെ ഇട്ടത്. ഇനി ഈ 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. 100നേക്കാൾ 32 കൂടുതലാണ്. സോ നമ്മുടെ ആൻസർ 32%. അതായത് ആദ്യം 20% കൂട്ടിയിട്ട് വീണ്ടും അതിൽ നിന്ന് 10% കൂട്ടിയാൽ ആകെ ഉണ്ടാകുന്ന വില വർധനവ് 32%. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഒന്നുകൂടെ പറയാവേ. സോ 20% വില കൂട്ടി എന്ന് പറയുമ്പോൾ 120/100 എന്ന് എഴുതുക. 10% വില കൂട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും 110/100 എന്ന് എഴുതുക. എപ്പോഴും ഒരു 100 വെട്ടിക്കളയാതെ ഇടുക. കാരണം താഴെ കമ്പയർ ചെയ്യാൻ 100 വേണം. അതുകൊണ്ടാണ് ഇതിനെ വെട്ടിക്കളയാത്തത്. ബാക്കിയെല്ലാം ചെറുതാക്കുക. അപ്പോൾ 132/100 എന്ന് വരും. 100നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതാണ് ഉത്തരവായിട്ട് വരുന്നത്. 32 കൂടുതൽ. സോ നമ്മുടെ ആൻസർ 32% എന്ന് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് സെറ്റായെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. മെത്തേഡ് ഇതാണ്. ഒരു ഇക്വേഷനാണ് x + y + xy/100. x + y + xy/100. ഈ മോഡൽ ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് ഈ ഇക്വേഷനും യൂസ് ചെയ്യാൻ പറ്റും. എന്താ നമ്മുടെ ഇക്വേഷൻ? x + y + xy/100 അല്ലെങ്കിൽ a + b + ab/100 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ കൂടുന്നതിന് പ്ലസ് സൈനും കുറയുന്നതിന് മൈനസ് സൈനും കൊടുത്ത് വേണം ചെയ്യാൻ. അതായത് എക്സ് ഇവിടെ 20 കൂടുന്നു എന്നാ, അപ്പോൾ എക്സിന് +20 കൊടുക്കുക. y 10 കൂടുന്നു എന്നാ, അപ്പോൾ വൈക്ക് +10 കൊടുക്കുക. കേൾക്കുന്നുണ്ടോ? എക്സ് +20ഉം y +10ഉം. കാരണം രണ്ടും കൂടുകയാണ്. ഇനി നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 + 10 + 20 × 10 200 / 100 എന്ന് വരും അല്ലേ? യെസ്. അപ്പം 30 + 2 30 + 2 നമുക്ക് ആൻസർ 32% എന്ന് കിട്ടും. അതായത് ആദ്യം 20% വർദ്ധിപ്പിക്കുകയും പിന്നെ 10% വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ആകെ ഉണ്ടാകുന്ന വർധനവ് 32% എന്ന് മനസ്സിലാക്കണം. ആകെ ഉണ്ടാകുന്ന വർധനവ് 32%. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാ? ഓൾറെഡി ഒരു മെത്തേഡ് പഠിച്ചതല്ലേ. എന്തിനാണ് x + y + xy/100 പുതിയൊരു മെത്തേഡ് പഠിക്കുന്നത്? മക്കളെ, ചില കേസുകളിൽ ഫസ്റ്റ് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതായത് വെട്ടി ചെറുതാക്കാനൊക്കെ സോൾവ് ചെയ്യാൻ താമസം വരാറുണ്ട്. അങ്ങനെ വന്നാൽ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചില സാഹചര്യങ്ങളിൽ സെക്കൻഡ് മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ വേഗത്തിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും മെത്തേഡിൽ സ്റ്റക്കായാൽ മാറ്റി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡുകൾ പഠിച്ചു വെക്കുന്നത്. ഇനി ഒരു മെത്തേഡും കൂടെ, ഇതിൻ്റെ ലോജിക്കും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ഒന്ന് അപ്രത്യക്ഷമായിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചോ, കേട്ടോ മക്കളെ. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ലോജിക്ക് മനസ്സിലാക്കുക. അതിൻ്റെ കൺസെപ്റ്റാണേ. എങ്ങനെ? അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ആദ്യം 20% കൂടി പിന്നെ 10% കൂടി ആകെ 30% അല്ലേ കൂടേണ്ടത്? എന്തുകൊണ്ടാണ് 32% കൂടി എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് എന്നോട് ചോദിച്ചാൽ അതിനാണ് ഞാൻ ഈ ലോജിക്ക് പറഞ്ഞു തരുന്നത്. മക്കളെ, ഞാൻ കോസ്റ്റ് പ്രൈസ് 100 എന്നെടുത്തു. 100 രൂപ വിലയുള്ള ഒരു സാധനം. കോസ്റ്റ് പ്രൈസ് 100 രൂപ. 100 രൂപ വിലയുള്ള സാധനം. ഞാൻ ആദ്യം ഇതിൻ്റെ വില 20% കൂട്ടി. മക്കളെ, 20% കൂട്ടി. ഓക്കെ, 100 രൂപ വിലയുള്ള സാധനത്തിൻ്റെ വില 20% കൂട്ടിയാൽ 120 രൂപയായി മാറും എന്ന് നമുക്കറിയാം. വീണ്ടും 10% കൂട്ടി എന്ന് വിചാരിക്കുക. വീണ്ടും 10% കൂട്ടി. ഈ 10% കൂട്ടുന്നത് 120 രൂപയിൽ നിന്നാണ്. 120ൻ്റെ 10% 12 ആണോ? അപ്പോൾ 10% വീണ്ടും കൂട്ടി എന്ന് പറഞ്ഞാൽ 120 + 12, അതായത് 132 രൂപ ആയി എന്നാണ് അർത്ഥം. ശരിയാണോ? അപ്പം നിങ്ങൾ നോക്കിയേ, 100 ആയിരുന്ന സാധനത്തിൻ്റെ വില ഇപ്പോൾ 132 ആയി. അതായത് 32% വർദ്ധിച്ചേക്കുന്നത്.
100 സാധനത്തിൻ്റെ വില 132 രൂപയായി, അതായത് 32% വർദ്ധിച്ചു അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, ആദ്യം ഒരു 20% പിന്നെ ഒരു 10% വർദ്ധിപ്പിച്ചാൽ ആകെ വർദ്ധിക്കുന്നത് 30 അല്ല 32%. അത് എക്സാമ്പിൾ 100 രൂപ എന്ന് എടുത്ത് വെച്ച് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഈ രീതിയിലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. അപ്പം ഈ ഫസ്റ്റ് മെത്തേഡാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് സ്റ്റക്ക് ആവുകയോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ യൂസ് ചെയ്യാൻ സെക്കൻഡ് മെത്തേഡ്. ഇതാണ് നമ്മുടെ തേർഡ് മെത്തേഡ്. അത് ഉത്തരത്തിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൺസെപ്റ്റാണ് തേർഡ് മെത്തേഡ്. 100 എന്ന എക്സാമ്പിൾ വാല്യൂ എടുത്തിട്ട് കണക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ച ശേഷം വീണ്ടും 30% വർദ്ധിപ്പിച്ചാൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം ആകെ എത്ര ശതമാനം? അപ്പം ആദ്യം 10% വർദ്ധിപ്പിച്ചു, ശരിയല്ലേ? വീണ്ടും 30% വർദ്ധിപ്പിച്ചു, ആണോ? എങ്കിൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം ആകെ എത്ര ശതമാനം എന്നല്ലേ? ഫസ്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പം 110 ഡിവൈഡഡ് ബൈ 100 ആണോ? ഇൻറ്റു 30% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 130/100 അല്ലേ. ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഈ പൂജ്യവും വെട്ടിപ്പോകും, ഇതും വെട്ടിപ്പോകും. സോ നമുക്ക് എത്ര കിട്ടും? 143 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. 100-നേക്കാൾ എത്ര കൂടുതലാണോ അത് ഉത്തരം. ആൻസർ 43% എന്ന് കിട്ടും. സോ ഓപ്ഷൻ 43%, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഒരു സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ച ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അപ്പം ആദ്യം 20% വില കൂട്ടി, പിന്നെ 10% ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റു അല്ലേ. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ സോൾഡ് അറ്റ് എ 10% ഡിസ്കൗണ്ട്, വാട്ട് ഈസ് ദ ഓവറോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്? അല്ലേ മക്കളെ, ആദ്യം 20% വില കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആണോ? പിന്നെ 10% വില കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിലയിലുണ്ടായ മാറ്റം ആകെ എത്ര ശതമാനം? എങ്ങനെ ചെയ്യും? 120 ഡിവൈഡഡ് ബൈ 100 ഫസ്റ്റ് മെത്തേഡാണ്. ഇൻറ്റു 10% വില കുറച്ചു എന്ന് പറഞ്ഞാൽ 90/100 അല്ലേ. ഒരു 100 എന്ത് ചെയ്യരുത്? വെട്ടിക്കളയരുത്. ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം, ശരിയല്ലേ. ഈ പൂജ്യവും ഇതും പോയി മക്കളെ. 90 9 × 2 18 108/100 എന്ന് വരും അല്ലേ. 100-നേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അത് ഉത്തരം. 100-നേക്കാൾ 8 കൂടുതലാണ്. സോ ആൻസർ 8% വർധനവ്. 8% വർധനവ് ആണ് ഉണ്ടാകുന്നത്. സോ 8% കൂടുന്നു എന്ന് കിട്ടും. 108/100 അല്ലേ. അപ്പോൾ 8% കൂടുന്നു. 92/100 ആണെങ്കിൽ 8% കുറയുന്നു. ആ ഡിഫറൻസ് എടുക്കണ്ടേ കേട്ടോ. സോ 8% കൂടും. ഇനി സെക്കൻഡ് മെത്തേഡും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അത് x + y + xy/100 എന്ന ഇക്വേഷൻ അല്ലേ. കൂടുന്നതിന് പ്ലസ് സൈനും കുറയുന്നതിന് മൈനസ് സൈനും കൊടുക്കണം. അങ്ങനെയല്ലേ പഠിച്ചേ. അപ്പോൾ എക്സിൻ്റെ വില +20 ആണ്, വൈയുടെ വില -10 ആണ്. വൈയുടെ വില -10 ആണ്. ശരിയാണോ മക്കളെ? അപ്പോൾ 20 - 10 അല്ലേ. എക്സ് കൂടുന്നു +20, വൈ -10. എക്സും വൈയും കൂടെ ഗുണിക്കുമ്പോൾ -200 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ 20 - 10 10 കിട്ടും. -200/100 2, 10 - 2 8 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. +8 ആയതുകൊണ്ട് 8% കൂടുന്നു എന്നർത്ഥം. കുറവാണെങ്കിൽ അവിടെ -8 വന്നോളൂ. ഉത്തരത്തിൽ മൈനസ് വന്നാൽ കുറയുന്നു എന്ന് മനസ്സിലാക്കണം, ഉത്തരത്തിൽ പ്ലസ് വന്നാൽ കൂടുന്നു എന്ന് മനസ്സിലാക്കണം. അവിടെ പ്ലസ് ആയതുകൊണ്ട് 8% കൂടും ഓവറോൾ എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം. ഒരു സാധനത്തിൻ്റെ വില 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% കുറഞ്ഞാൽ വിലയിലുണ്ടായ മാറ്റം എത്ര ശതമാനം? അപ്പം 30% വില കൂട്ടി,
ശേഷം 20% വില കുറച്ചു. വിലയിലുണ്ടായ മാറ്റം 130 ഡിവൈഡഡ് ബൈ 100 ആണോ? ഇൻറ്റു 20% കുറച്ചു എന്ന് പറയുമ്പം 80 ഡിവൈഡഡ് ബൈ 100. 130 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 80/100 അല്ലേ? ഇതിൽ ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം ആണോ? ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. 80ഉം 8 3 24 104 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ശരിയല്ലേ? 100നേക്കാൾ 4 കൂടുതൽ, ആൻസർ 4% എന്ന് വരും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് 4%. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു സംഖ്യ ആദ്യം 20% വർദ്ധിപ്പിച്ചു. ഒരു സംഖ്യ ആദ്യം 20% വർദ്ധിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ 20% കുറയ്ക്കുന്നു. അപ്പോൾ ആദ്യം സംഖ്യ 20% വർദ്ധിപ്പിച്ചു, ശേഷം 20% സംഖ്യ കുറച്ചു. അപ്പോൾ 20% ആദ്യം വർദ്ധിപ്പിക്കുന്നു, ശേഷം 20% കുറയ്ക്കുന്നു. എങ്കിൽ എത്ര ശതമാനത്തിൻ്റെ ചേഞ്ചാണ് ആ സംഖ്യയിൽ ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യം 20% വർദ്ധിപ്പിക്കുകയും പിന്നെ അതേ സംഖ്യ 20% കുറയ്ക്കുകയും ചെയ്താൽ എത്ര ശതമാനത്തിന് ചേഞ്ച്? അപ്പം 120 ഡിവൈഡഡ് ബൈ 100 ആണോ? ഇൻറ്റു 20% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 80 ഡിവൈഡഡ് ബൈ 100 അല്ലേ? മുമ്പേ പറഞ്ഞതുപോലെ ഒരു 100 വെട്ടിക്കളയുന്നില്ല, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് നമ്മൾ ചെറുതാക്കുന്നു. ശരിയല്ലേ? സോ 96 ഡിവൈഡഡ് ബൈ 100 എന്നല്ലേ വരുന്നേ? 96 ഡിവൈഡ് ബൈ 100, അതായത് 4% കുറവാണ് ആ സംഖ്യയിൽ ഉണ്ടാകുന്നത്. 4% കുറവാണ് ആ സംഖ്യയിൽ ഉണ്ടാകുന്നത് അല്ലേ? ആദ്യം 20% കൂട്ടുകയും വീണ്ടും 20% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ 4% കുറവുണ്ടാകും എന്ന് മനസ്സിലാക്കണം കേട്ടോ. ശരി, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറി, പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴും ഈ സെയിം ലോജിക്ക് യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കോണേ. ഒരു ബസ്സിലെ ടിക്കറ്റ് ചാർജ് 30% കൂട്ടിയപ്പോൾ യാത്രക്കാർ 30% കുറഞ്ഞു. വരുമാനത്തിൽ വരുന്ന മാറ്റം എത്ര ശതമാനം? മക്കളെ, ടിക്കറ്റ് ചാർജ് 30% കൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുമാനം 30% കൂടിയെന്നാണ്. ആണോ? വരുമാനം 30% കൂടിക്കഴിഞ്ഞപ്പോൾ യാത്രക്കാർ 30% കുറഞ്ഞു. അപ്പോൾ വീണ്ടും വരുമാനം 30% കുറഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തെ ഇങ്ങനെ പറയാം: ആദ്യം വരുമാനം 30% കൂട്ടി, പിന്നെ വരുമാനം 30% കുറച്ചു. എങ്കിൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം എത്ര? അതാണ് ആക്ച്വലി അർത്ഥം. യാത്രക്കാർ 30% അല്ലെങ്കിൽ ചാർജ് 30% കൂട്ടി, അപ്പോൾ യാത്രക്കാർ 30% കുറഞ്ഞു. എങ്കിൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ആദ്യം വരുമാനം 30% കൂടി, കാരണം ടിക്കറ്റ് ചാർജ് 30% കൂട്ടി. അപ്പോൾ വരുമാനം 30% കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ വീണ്ടും വരുമാനം 30% കുറഞ്ഞു. അപ്പോൾ വരുമാനം 30% കൂട്ടിയിട്ട് വരുമാനം 30% കുറച്ചാൽ വരുമാനത്തിലുണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം. ഇങ്ങനെ വന്നാൽ 130 ഡിവൈഡഡ് ബൈ 100 അല്ലേ, ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 100. ശരിയാണോ മക്കളെ? ഒരു 100 വെട്ടരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഇതും വെട്ടിപ്പോയി. 70 7 3 21, 91 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. 91/100. ആൻസർ 9%. 9% കുറയും, ഡിക്രീസ്, കുറയും എന്ന് കിട്ടും. 9%-ൻ്റെ കുറവാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 30% വരുമാനം കൂട്ടിയിട്ട് വീണ്ടും 30% വരുമാനം കുറഞ്ഞാൽ ആകെ 9%-ൻ്റെ കുറവ് വരുമാനത്തിലുണ്ടാകും എന്ന് മനസ്സിലാക്കാം കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. കാറിൻ്റെ വില 40% കൂടിയപ്പോൾ വിൽപ്പന 40% കുറഞ്ഞു. എങ്കിൽ വിറ്റുവരവിൽ വരുന്ന മാറ്റം അല്ലേ? വില 40% കൂടി. മക്കളെ, 40% വില കൂടി. അപ്പോൾ സംഭവിച്ചത് വിൽപ്പന 40% കുറഞ്ഞു. അപ്പോൾ ആദ്യം വരുമാനത്തിൽ 40%-ൻ്റെ വർധന ഉണ്ടായിട്ട് പിന്നെ വരുമാനത്തിൽ 40%-ൻ്റെ കുറവുണ്ടായി. എങ്കിൽ ആകെ എത്ര രൂപയുടെ ശതമാനത്തിൻ്റെ മാറ്റം ഉണ്ടാകുമെന്ന ചോദ്യം. അപ്പോൾ ചെയ്യാൻ 140 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു
60/100 കണ്ടോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ച് വെക്കണം, അറിഞ്ഞ് ഇരിക്കണം. ഓക്കെ, സോൾവ് ചെയ്തേ മക്കളെ. ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ആണോ? സോ നമുക്ക് എത്ര കിട്ടും? 60ഉം 6 4 24, 84/100 എന്ന് കിട്ടും അല്ലേ. 100നേക്കാൾ എത്ര കുറവാ മക്കളെ? 16 കുറവാ അല്ലേ. 16% കുറവ്. 16% കുറവാണ് വിറ്റുവരവിൽ വരുന്ന മാറ്റം അല്ലേ. ആകെ ലാഭത്തിൽ വരുന്നത് 16% കുറവാണ് എന്ന് മനസ്സിലാക്കണം. റവന്യൂ, വരുമാനത്തിൽ 16% കുറവുണ്ടാകും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കാറിൻ്റെ വില 40% കൂട്ടിയിട്ട് അതിൻ്റെ വില കാറിൻ്റെ വില അല്ലെങ്കിൽ വരുമാനം, കാറിൻ്റെ റവന്യൂവിൽ 40% വർധനവുണ്ടായിട്ട് പിന്നെ 40% കുറവുണ്ടായാൽ ആകെ 16% കുറവായിരിക്കും എഫക്റ്റീവ് നെറ്റായിട്ട് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു ചോദ്യം, ഇതിന് തൊട്ട് മുൻപ് വന്ന ചോദ്യം, ബസ്സിലെ ടിക്കറ്റ് ചാർജ് 30% കൂട്ടി, അപ്പോൾ യാത്രക്കാർ 30% കുറഞ്ഞു അല്ലേ. എങ്കിൽ വരുമാനത്തിൽ വരുന്ന മാറ്റം അതേ പാറ്റേൺ തന്നെ ഈ ചോദ്യം അല്ലേ. കാറിൻ്റെ വില 40% കൂടി, അപ്പോൾ എന്ത് സംഭവിച്ചു? വിൽപ്പന 40% കുറഞ്ഞു പോയി. അപ്പോൾ ആദ്യം വരുമാനം 40% കൂടി, വില 40% കൂടുമ്പോൾ വരുമാനം 40% കൂടും അല്ലേ. വിൽപ്പന കുറയുമ്പോൾ വരുമാനം അത്രയും കുറയും. ഇപ്പോൾ 40% കൂടിയിട്ട് 40% കുറഞ്ഞാൽ എത്ര ശതമാനത്തിന് ചേഞ്ച് എന്നാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതേ പാറ്റേൺ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് എല്ലാവരും സോൾവ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ഇത് പലതവണ റിവിഷൻ ചെയ്ത് ഈ ചോദ്യങ്ങൾ നമ്മളങ്ങ് മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഈ മെത്തേഡ് അതിന് യൂസ്ഫുൾ ആകും, അതിന് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെയ്യണേ. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് 12ാമത്തെ ടൈപ്പ് ചോദ്യം. ഒരു വന്യജീവി സങ്കേതത്തിലെ മൃഗങ്ങളുടെ എണ്ണം വർഷം തോറും 30% നിരക്കിൽ കൂട്ടുന്നു. ഓക്കെ, ഇപ്പോൾ 1000 മൃഗങ്ങളുണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള മൃഗങ്ങളുടെ എണ്ണം അല്ലേ. അപ്പോൾ ഒരു വന്യജീവി സങ്കേതമാണ്, അവിടുത്തെ മൃഗങ്ങളുടെ എണ്ണം വർഷം തോറും കൂടുന്നുണ്ട്. വർഷം തോറും എത്ര ശതമാനം നിരക്കിലാണ്? 30% നിരക്കിലാണ് വർദ്ധിക്കുന്നത്. എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഉള്ള മൃഗങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ശരി, ഇപ്പോൾ 1000 മൃഗങ്ങളാണ് ഉള്ളത് ആണോ. അടുത്ത വർഷം ഇതിൻ്റെ 30% വർദ്ധിക്കും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പം ഇതിൻ്റെ 130% അവിടെയുള്ള മൃഗങ്ങളുടെ എണ്ണം. സോ 1000ൻ്റെ 130% എന്ന് പറഞ്ഞാൽ 1000 × 130/100. ഇതാണ് ഒരു വർഷം കഴിയുമ്പോഴുള്ള മൃഗങ്ങളുടെ എണ്ണം അല്ലേ. അടുത്ത വർഷം വീണ്ടും ഇത് 30% വർദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ 30% വീണ്ടും വർദ്ധിച്ചാൽ ഇതിൻ്റെ 130/100 രണ്ടാമത്തെ വർഷം അവസാനമാകുമ്പോൾ മൃഗങ്ങളുടെ എണ്ണം അല്ലേ. അപ്പോൾ 1000 × 130/100 × 130/100. ക്ലിയർ ആണോ മക്കളെ? എന്താ ഇത്? ഒരു വർഷം കഴിയുമ്പോഴുള്ള മൃഗങ്ങളുടെ എണ്ണം. ഓരോ വർഷം 30% കൂടില്ലേ. അപ്പോൾ 1000ൻ്റെ 130% ഒരു വർഷം കഴിയുമ്പോഴുള്ള മൃഗങ്ങളുടെ എണ്ണം ആണോ. അടുത്ത വർഷം വീണ്ടും അതിൻ്റെ 30% വർദ്ധിക്കും. അപ്പോൾ അതിൻ്റെ 130% രണ്ടാമത്തെ വർഷത്തിൻ്റെ അവസാനം ഉള്ള മൃഗങ്ങളുടെ എണ്ണം. ഇനി എല്ലാം എന്ത് ചെയ്താൽ മതി? വെട്ടിച്ചെറുതാക്കിയാൽ പോരെ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. 13 × 13 169 ഒരു പൂജ്യവും കൂടെ വരും. 1690 നമുക്ക് കിട്ടുന്ന ഉത്തരം. 1690 ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് പക്കയാണോ? 1690 ഉത്തരം അല്ലേ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഇത് ഷോർട്ട് കട്ടായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം 1000 30% നിരക്കിൽ വർദ്ധിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര? അപ്പം 1000 × 30% നിരക്കിലല്ലേ വർദ്ധിക്കുന്നത്. അപ്പം 130/100 ഇങ്ങനെ 2 തവണ ഗുണിച്ചാൽ മതി എന്ന് പറയും. 2 വർഷം കഴിയുമ്പോൾ ഉള്ള എണ്ണം അറിയാൻ 130/100 കൊണ്ട് 2 തവണ ഗുണിക്കുക. 3 വർഷം കഴിയുമ്പോൾ എണ്ണം അറിയാൻ 130/100 കൊണ്ട് 3 തവണ ഗുണിക്കുക. 4 വർഷം കഴിയുമ്പോൾ എണ്ണം അറിയാൻ 130/100 കൊണ്ട് 4 തവണ ഗുണിക്കുക. അങ്ങനെ കാണാതെ പറഞ്ഞു കൊടുക്കാറുണ്ട്. 30% വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ 130/100 എന്ന് എഴുതണം. ഇനി എത്ര വർഷമാണോ അത്രയും തവണ ഗുണിക്കണം. 2 വർഷമാണെങ്കിൽ അതിങ്ങനെ 2 തവണ ഗുണിക്കണം.
3 വർഷമാണെങ്കിൽ അതിങ്ങനെ 3 തവണ ഗുണിക്കണമെന്ന് കാണാപ്പാഠം പറഞ്ഞു കൊടുക്കാറുണ്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്. ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. The current population of a village is 20,000. If the population increases at a rate of 3% per year, what will be the population after 2 years? ഓരോ വർഷവും 3% നിരക്കിലാണ് വർദ്ധിക്കുന്നത്. ഇപ്പോൾ 20,000 ഉണ്ട്. 2 വർഷം കഴിയുമ്പോഴുള്ള എണ്ണം അറിയണം. അപ്പോൾ ഇപ്പോൾ എത്രയുണ്ട്? 20,000 ആണ് പോപ്പുലേഷൻ. 3% നിരക്കിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഇൻറ്റു 103/100 ഇൻറ്റു 103/100 ചെയ്യണം അല്ലേ? 2 വർഷം കഴിയുമ്പോൾ ഉള്ള എണ്ണം അല്ലേ അറിയണ്ടേ? 2 വർഷം കഴിയുമ്പോൾ ഉള്ള എണ്ണം അറിയാൻ 2 തവണ 103/100 കൊണ്ട് ഗുണിക്കണം. ഇനി കൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കാനാണെങ്കിൽ ഇപ്പോൾ 20,000 ആണ്. 1 വർഷം കൊണ്ട് അതിൻ്റെ 103% വർദ്ധിക്കും പോപ്പുലേഷൻ. ഓക്കെ, അടുത്ത വർഷം വീണ്ടും ഇതിൻ്റെ 103% വർദ്ധിക്കും. അപ്പോൾ ഇതിൻ്റെ 103/100 സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം. അതുപോലെ ഈ രണ്ടും വെട്ടിക്കളയാം. 103 ഇൻറ്റു 103 ഇൻറ്റു 2 നമ്മുടെ ഉത്തരവായിട്ട് കിട്ടുന്നത്. 21 8 നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഡി ഉത്തരം. മുന്നോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു കാറിൻ്റെ വില വർഷം തോറും 10% നിരക്കിൽ കുറയുന്നു എന്നാണ്. ഓക്കെ, ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള വില നമുക്കറിയാം. ഇപ്പോഴത്തെ വില 1,00,000 അല്ലേ? ഇപ്പോഴത്തെ വില 1,00,000 ആണ്. 1 വർഷം കൊണ്ട് ഇതിൻ്റെ വില 10% കുറയും. അതായത് ഇപ്പോഴുള്ള വിലയുടെ 90% മാറും പുതിയ വില. ആണോ? അടുത്ത വർഷം വീണ്ടും ആ വിലയുടെ 10% കുറയും. അപ്പോൾ ആ വിലയുടെ 90% മാറും അടുത്ത വർഷം വീണ്ടും. ശരിയല്ലേ? അപ്പം 1,00,000 ഇൻറ്റു 90/100 ഇൻറ്റു 90/100 അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം. 10% കുറയും എന്ന് പറയുമ്പോൾ 90/100 അല്ലേ? അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ ഉള്ളത് അറിയണം. അതുകൊണ്ട് 2 തവണ 90/100 കൊണ്ട് ഗുണിക്കണം. 90/100 ഇൻറ്റു 90/100. റെഡിയാണോ മക്കളെ? ഓക്കെ, അപ്പം വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാനാണെങ്കിൽ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി അല്ലേ? അപ്പോൾ 90 ഇൻറ്റു 90 ഇൻറ്റു 10 വരും അല്ലേ? 9 81 3 പൂജ്യം വരും. 81,000 നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 81,000. ക്ലിയർ അല്ലേ മക്കളെ? സോ 2 വർഷം കഴിയുമ്പോൾ ഉള്ളത് അറിയണ്ടേ. 10% നിരക്കിലാണ് കുറയുന്നത്. അപ്പോൾ 90/100 ഇൻറ്റു 90/100 2 തവണ ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ വർഷം തോറും 5% നിരക്കിൽ വർദ്ധിക്കുന്നു. ഓക്കെ, ഇപ്പോഴത്തെ ജനസംഖ്യ 11,025 ആയാൽ 2 വർഷം മുൻപുള്ള, കണ്ടോ വ്യത്യാസം കണ്ടോ? 2 വർഷം മുൻപുള്ള ജനസംഖ്യ എത്രയായിരുന്നു? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വർഷം തോറും 5% നിരക്കിൽ വർദ്ധിക്കും. ഇപ്പോൾ 110-25 ജനസംഖ്യ എങ്കിൽ 2 വർഷം മുൻപ് എത്രയായിരുന്നു മക്കളെ? 2 വർഷം മുൻപുള്ള ജനസംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു അല്ലേ? അപ്പോൾ അത് 5% നിരക്കിൽ 2 തവണ വർദ്ധിച്ചു വന്നപ്പോഴാണ് ഇപ്പോഴുള്ള ജനസംഖ്യയായി മാറിയത്. ആണോ? അപ്പോൾ എക്സ് ഇൻറ്റു 105/100 ഇൻറ്റു 105/100 ചെയ്തു വന്നപ്പോഴാണ് നമുക്ക് 110-25 കിട്ടിയത് അല്ലെങ്കിൽ വന്നത്. ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുത്ത ഉത്തരമായില്ലേ? ചെയ്തത് ക്ലിയർ ആണോ? എനിക്ക് ഇപ്പോഴത്തെ ജനസംഖ്യ തന്നു, എന്നിട്ട് 2 വർഷം മുമ്പത്തെ എത്രയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2 വർഷം മുമ്പത്തെ ജനസംഖ്യ എക്സ് എന്നെടുത്തു. കേൾക്കുന്നുണ്ടോ? 2 വർഷം മുമ്പത്തെ ജനസംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ അത് 2 തവണ 5% വീതം വർദ്ധിച്ചാണ് ഇപ്പോഴുള്ള ജനസംഖ്യയായത്. അപ്പോൾ എക്സ് ഇൻറ്റു 105/100 ഇൻറ്റു 105/100 ഇപ്പോഴത്തെ ജനസംഖ്യ. ഇതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുക്കാം. എക്സ് ഈക്വൽ ടു 110-25 ഇൻറ്റു നമുക്കറിയാം 105/100 തിരിഞ്ഞു വരും 100/105 എന്നാകും. സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം അടുത്തത് വീണ്ടും 100/105 എന്നാകും. ശരിയല്ലേ മക്കളെ? ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നുമില്ല. ഈ 105 ഇൻറ്റു 105 എന്ന് പറഞ്ഞാൽ 110-25. 105 ഇൻറ്റു 105 110-25. അപ്പോൾ ദേ ഇതും നേരെ അങ്ങ് വെട്ടിപ്പോകും.
ആൻസർ ബാക്കി 100 × 100 10,000 10,000 10,000. ഓപ്ഷൻ എ കറക്റ്റ്. എന്താണ് നമ്മുടെ 13ാമത്തെ ടൈപ്പ്? ഒരു ക്ലാസ് പരീക്ഷയിൽ 60% കുട്ടികൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ വിജയിച്ചു, 55% കുട്ടികൾ കണക്ക് പരീക്ഷയിൽ വിജയിച്ചു. ഈ രണ്ട് പരീക്ഷയിലും വിജയിച്ചവർ 40% എങ്കിൽ രണ്ടിലും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? ഇതാണ് നമ്മുടെ 13ാമത്തെ ടൈപ്പ് ചോദ്യം. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് വെൻ ഡയഗ്രാം എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് വെൻ ഡയഗ്രാം. VENN വെൻ ഡയഗ്രാം എന്ന ലോജിക്കാണ് ഈ കണക്കിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാം മക്കളെ. അതായത് ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ ആദ്യത്തെ ഒരു സർക്കിള് വരച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സർക്കിള്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആളുകളെയാണ് ഈ സർക്കിളിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ ഓവർലാപ്പ് ചെയ്ത് ഞാൻ അടുത്ത ഒരു സർക്കിൾ വരച്ചു. മറ്റൊരു തരക്കാരെ ഇതിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യും. ഇത് രണ്ടും ഞാൻ ഒരു സ്ക്വയറിൻ്റെ അകത്തേക്കാക്കി. ഇത് രണ്ടും ഞാൻ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ അകത്തേക്കാക്കി. ഇതാണ് ഒരു വെൻ ഡയഗ്രത്തിൻ്റെ ബേസിക് ഫിഗർ. അപ്പം ആകെയുള്ള 100% ആളുകളാണ് ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ഈ സർക്കിളിൽ വരുന്നത് ആദ്യത്തെ തരക്കാര്, അതുപോലെ ഈ സർക്കിളിൽ വരുന്നത് രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ. അങ്ങനെ 2 തരത്തിലുള്ള ആളുകളുടെ വെൻ ഡയഗ്രാം ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഇവർ പറയുന്നുണ്ട് ആകെയുള്ളതിൻ്റെ 60% കുട്ടികൾ എന്ത് ചെയ്തു? 60% കുട്ടികൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 55% കുട്ടികൾ മാത്സിൻ്റെ പരീക്ഷയ്ക്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 40%-ഓളം കുട്ടികൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കും മാത്സിൻ്റെ പരീക്ഷയ്ക്കും കൂടെ വിജയിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോ മക്കളെ, നമ്മുടെ ആദ്യത്തെ ഈ സർക്കിളില്ലേ, ഈ സർക്കിളിൽ വരുന്നവരെല്ലാം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വിജയിച്ചവരാണ്. അപ്പം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വിജയിച്ചവർ ഈ സർക്കിളിൽ വരും. എത്ര ശതമാനമുണ്ട്? 60% ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സർക്കിളിൻ്റെ അകത്ത് മുഴുവനും കൂടെ എത്ര ശതമാനം ആളുകൾ കൊള്ളും? 60% ആളുകൾ കൊള്ളും. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഈ സർക്കിളിൽ വരുന്നവരാണ് മാത്സ് പരീക്ഷയ്ക്ക് ജയിച്ചവർ, ആണോ? സോ രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവരെല്ലാം മാത്സ് പരീക്ഷയ്ക്ക് വിജയിച്ചവരാണ്. അത് ഈ മുഴുവൻ ഇതിൻ്റെ അകത്ത് മുഴുവൻ മാത്സ് പരീക്ഷയ്ക്ക് വിജയിച്ചതാണ്. അത് 55% ആളുകൾ ഇതിൻ്റെ അകത്ത് കൊള്ളും. ഓക്കെ, 40% പേര് രണ്ടിലും വിജയിച്ചവരാണ്. അപ്പോൾ അവരെവിടെ വരും? ഇവിടെയാണ് രണ്ടിലും രണ്ടിൻ്റെയും ഭാഗമാണ് അല്ലേ? അപ്പോൾ രണ്ടിലും വിജയിച്ച 40% ആളുകൾ ഇവിടെ വരും, ആണോ? ഇനി രണ്ടിലും തോറ്റവർ ഈ പുറത്തായിരിക്കും വരുന്നത്. രണ്ടിനും വിജയിച്ചവർ ഇവിടെ, ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവർ ഇവിടെ, മാത്സിന് മാത്രം വിജയിച്ചവർ ഇവിടെ. അപ്പം രണ്ടിനും തോറ്റവരായിരിക്കും പുറത്ത് വരുന്നത്. അവരെത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ശ്രദ്ധിച്ചോ, രണ്ടിനും വിജയിച്ചത് 40%. അപ്പം നടുക്കത്തെ ആളുകളുടെ ശതമാനം 40%. ശരിയാണോ? അപ്പം നടുക്ക് ഇത്രയും 40% ആളുകളുണ്ട്. ശരി, ഇനി ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ മക്കളെ? ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ? ഞാനത് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ദേ ഇവിടെ വരുന്ന ആളുകൾ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ആളുകൾ എങ്ങനെ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. ആ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ആളുകൾ ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവരാണ്. ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവർ കേട്ടോ. ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവരാണ് അവിടെ വരുന്നേ. ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവരാണ് അവിടെ വരുന്നത്. അപ്പം ഈ മുഴുവൻ സർക്കിളിൽ വരുന്നവരെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിന് വിജയിച്ചവർ. ഈ ഭാഗത്ത് വരുന്നവരെങ്ങനെയുള്ളവരാ? ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവർ. കണ്ടോ, ഈ മുഴുവൻ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് വിജയിച്ചവരാ. അത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഇത് ഇംഗ്ലീഷിന് വിജയിച്ചവരാണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുന്നവർ ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവരാണ്. ഓക്കെ, അപ്പം അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. ഈ ഭാഗത്ത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗത്ത് വരുന്നവരെങ്ങനെയുള്ളവരാ? ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗത്ത് വരുന്നവർ മാത്സിന് മാത്രം ജയിച്ചവരാ. എങ്ങനെയുള്ളവരാ? ഇവരെങ്ങനെയുള്ളവരാ?
മാത്സിന് മാത്രം ജയിച്ചവർ. കണ്ടോ, വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോണം. ഇവർ മാത്സിന് മാത്രം ജയിച്ചവർ. എന്നാൽ ഈ സർക്കിളിൽ മുഴുവനായിട്ടുള്ളവരോ അവർ മാത്സിന് ജയിച്ചവരാ. കണ്ടോ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് മാത്സിന് ജയിച്ചവരാ, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തത് മാത്സിന് മാത്രം ജയിച്ചവർ, ആ മുഴുവൻ സർക്കിളിലുള്ളവർ മാത്സിന് ജയിച്ചവർ. കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ മക്കളെ. ഈ മുഴുവൻ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് 100% ആളുകൾ വരും. റെഡി? ഓക്കെ. നടുക്ക് വരുന്നത് ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചവരാ. ഓക്കെ. ഈ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവരാ. പക്ഷേ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുന്നവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരാ. ഈ സർക്കിളിൽ വരുന്നവർ മാത്സിന് ജയിച്ചവരാ. എന്നാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരുന്നവർ മാത്സിന് മാത്രമായി ജയിച്ചവരാ. ഈ പുറത്ത് വരുന്ന ആളുകൾ രണ്ടിനും തോറ്റവരാ. അവരെത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കും. ഓക്കെ. അപ്പോൾ എനിക്കറിയാം രണ്ടിനും ജയിച്ചത് 40% ഓക്കെ. ഇംഗ്ലീഷിന് ജയിച്ചത് 60% അപ്പോൾ ഇത് മുഴുവൻ 60 അതിൽ ഇത്രയും 40 ബാക്കി 20% ഇവിടെ വരുന്നേ. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രമായി ജയിച്ചവർ എത്ര ശതമാനം? 20%. ഓക്കെ. മാത്സിന് ജയിച്ചവർ 55% അപ്പോൾ ഇത് മുഴുവനല്ലേ 55%. ഓക്കെ. അതിൽ ഇത്രയും 40 അപ്പോൾ ബാക്കിയുള്ള 15% ഇവിടെയുള്ളവർ. അവർ മാത്സിന് മാത്രമായി ജയിച്ചവരല്ലേ. അപ്പം രണ്ടിനും ജയിച്ചവർ 40%, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ 20%, മാത്സിന് മാത്രം ജയിച്ചവർ 15%. അപ്പോൾ ആകെ 75% ആളുകൾ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെടാതെ 25% ആളുകൾ പുറത്ത് കിടപ്പുണ്ട്. അവരാണ് രണ്ടിനും തോറ്റവർ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ആൻസർ 25%. ഇതാണ് വെൻ ഡയഗ്രത്തിൻ്റെ ലോജിക്ക്. ഇത്രയും വിശദമായി ഭംഗിയായിട്ടൊന്നും പരീക്ഷയ്ക്ക് ചെയ്യേണ്ട, വേഗം അങ്ങ് ചെയ്തു പോകാം. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടേ. ഈ മുഴുവൻ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് വരുന്നവർ 100% ആളുകൾ. ഓക്കെ. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ. എന്നാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വന്നവർ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ. ഇവിടെയുള്ളവർ മാത്സിന് ജയിച്ചവർ. എന്നാൽ ഇവർ മാത്സിന് മാത്രം ജയിച്ചവർ. നടുക്കുള്ളവർ രണ്ടിനും ജയിച്ചവർ. ഇംഗ്ലീഷിന് ജയിച്ച 60%. അപ്പോൾ ഇത് മുഴുവൻ 60. അതിൽ രണ്ടിനും ജയിച്ച് ഇത്രയും 40. അപ്പോൾ ബാക്കി ഇവിടെ 20 ആയിരിക്കണം. എങ്കിലും ഇതാകെ 60 വരത്തുള്ളൂ. മാത്സിന് ജയിച്ച 55. അതിൽ ഇത്രയും 40. അപ്പോൾ ബാക്കി ഇവിടെ 15 വന്നാലേ ആകെ 55 വരത്തുള്ളൂ. അപ്പോൾ ഇത് 20, ഇത് 40, ഇത് 15, എല്ലാം കൂടി 75 ബാക്കി 25% ആളുകൾ പുറത്താണ്. അവർ രണ്ടിനും തോറ്റവരായിരിക്കും. ഇങ്ങനെയാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. നോക്കാം. അടുത്ത ചോദ്യം. ഒരു പരീക്ഷയിൽ 50% പേർ ഇംഗ്ലീഷിനും 50% പേർ ഇംഗ്ലീഷിനും 40% പേർ മലയാളത്തിനും 10% പേർ 2 വിഷയങ്ങൾക്ക് വിജയിച്ചു എങ്കിൽ 2 വിഷയങ്ങളിലും പരാജയപ്പെട്ടവർ എത്ര ശതമാനം? വെൻ ഡയഗ്രം ഉപയോഗിച്ചാണല്ലോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു സർക്കിള് വരച്ചു, അതിനെ ഓവർലാപ്പ് ചെയ്ത് രണ്ടാമതൊരു സർക്കിളും കൂടെ വരച്ചു അല്ലേ. സോ ആകെയുള്ളത് ഞാൻ ഒരു സ്ക്വയറിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല, എന്തായാലും റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെയുള്ള തരക്കാരൊക്കെയാണ്? ഒന്ന് ഇംഗ്ലീഷിന് ജയിച്ചവർ. അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ മലയാളത്തിന് ജയിച്ചവർ അല്ലേ. 50% പേര് ഇംഗ്ലീഷിന് ജയിച്ചു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 40% പേര് മലയാളത്തിന് ജയിച്ചു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 10% ആളുകൾ ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടെ ജയിച്ചവരാണെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ. അപ്പം മുഴുവൻ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് 100% വരും. ഇംഗ്ലീഷിന് ജയിച്ചവർ 50% ആണോ? ഇംഗ്ലീഷിന് ജയിച്ചവർ 50% അല്ലേ. അപ്പോൾ ഈ സർക്കിളിൽ മുഴുവനായിട്ട് വരുന്നവർ 50% രണ്ടിനും ജയിച്ചവർ 10% അല്ലേ. അപ്പം നടുക്കത്തെ ആളുകളുടെ ശതമാനം കിട്ടി, അത് 10% അല്ലേ. ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ എത്ര ശതമാനമാണെന്ന് അറിയണ്ടേ?
ആ സർക്കിളിൽ മുഴുവൻ 50% വരും. അതിൽ ഈ സൈഡ് 10 ആണെങ്കിൽ ഇത് 40 അതാണ് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവരുടെ ശതമാനം. ഓക്കെ, ഇനി മാത്സിന് മാത്രം ജയിച്ചവർ, മാത്സിന് ജയിച്ചവർ 40%. അപ്പോൾ ഈ സർക്കിളിൽ മുഴുവൻ 40, അതിൽ ഇത് 10 ആണെങ്കിൽ ബാക്കി 30 മാത്സിന് മാത്രമായി ജയിച്ചവരുടെ ശതമാനം. അപ്പോൾ ഇവിടെ ഫില്ലായി 40, ഇവിടെ ഫില്ലായി 10, 50, ഇവിടെ ഫില്ലായി 30, 80. അപ്പോൾ ബാക്കി 20% ആളുകൾ പുറത്തായിരിക്കും. അവർ രണ്ടിനും തോറ്റവർ ആയിരിക്കും. അപ്പോൾ രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ആൻസർ 20% എന്ന് കിട്ടും. ഇങ്ങനെ വെണ്ടകരത്തിൻ്റെ കണക്കുകൾ വേഗത്തിൽ ചെയ്യാം. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് മക്കളെ ചോദ്യം, ഒരു പരീക്ഷയിൽ 38% പേർ ഇംഗ്ലീഷിലും 50% പേർ കണക്കിലും 20% പേർ 2 വിഷയത്തിനും വിജയിച്ചു എങ്കിൽ 2 വിഷയത്തിലും തോറ്റവർ എത്ര ശതമാനം? അല്ലേ? ചോദ്യം വ്യക്തമല്ലേ? അപ്പം ആദ്യത്തെ ഒരു സർക്കിൾ വരച്ചു, നമ്മൾ അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിൾ വരച്ചു. യെസ്, ഇനി കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ മാത്സിന് ജയിച്ചവർ, നടുക്ക് വരുന്നവർ രണ്ടിലും ജയിച്ചവർ. അത് 20% ആളുകളാണ്. ഓക്കെ, ഇംഗ്ലീഷിന് ജയിച്ചത് 38% ഉണ്ട്. ശരിയല്ലേ? 38% ആളുകൾ ഇംഗ്ലീഷിന് ജയിച്ചവരാണ്. അതിൽ 20% പേർ രണ്ടിനും ജയിച്ചവരാണ്. അപ്പോൾ ബാക്കി 18% ആളുകളാണ് ഇംഗ്ലീഷിന് മാത്രമായിട്ട് ജയിച്ചവർ. ഓക്കെ, ഇനി 50% പേർ കണക്കിന് ജയിച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? 50% പേർ കണക്കിന് ജയിച്ചതാണ്. അതിൽ 20% രണ്ടിനും ജയിച്ചതാണെങ്കിൽ ബാക്കി 30% കണക്കിന് മാത്രമായി ജയിച്ചവർ. ഓക്കെ, അപ്പം ഇവിടെ രണ്ടിനും ജയിച്ചവർ 20, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ 18, മാത്സിന് മാത്രം ജയിച്ചവർ 30. അപ്പോൾ ആകെ 50ഉം 18ഉം 68% അല്ലേ? ബാക്കി 32% ആളുകൾ രണ്ടിനും തോറ്റവരായിരിക്കും. അവരാണ് പുറത്തുള്ളത്. അപ്പോൾ രണ്ടിനും തോറ്റവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ആൻസർ 32% എന്നാണ് കിട്ടുന്നത്. ശരി, മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഒരു പരീക്ഷയിൽ 30% പേർ കണക്കിന് തോറ്റു, 40% പേർ ഇംഗ്ലീഷിന് തോറ്റു, 10% പേർ 2 വിഷയത്തിനും തോറ്റു എങ്കിൽ 2 വിഷയത്തിനും ജയിച്ചവർ എത്ര? 30% പേര് എന്തിന് തോറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്? 30% പേര് കണക്കിന് തോറ്റു, 40% പേര് ഇംഗ്ലീഷിന് തോറ്റു, 10% പേര് 2 വിഷയങ്ങൾക്കും മാത്സിനും ഇംഗ്ലീഷിനും കൂടെ തോറ്റു. രണ്ടിലും ജയിച്ചവർ എത്ര ശതമാനം? ആദ്യത്തെ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിൽ വരുന്നവർ ഈ മാത്സിന് തോറ്റവരാണ്. ഓക്കെ, അടുത്ത ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് തോറ്റവരാണ്. നടുക്ക് വരുന്നവർ രണ്ടിനും തോറ്റവരാണ്. അപ്പം തോറ്റവരുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ മാത്സിന് തോറ്റവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് തോറ്റവർ, നടുക്ക് വരുന്നവർ രണ്ടിനും തോറ്റവർ. അതെത്രയാ? 10%. അപ്പം നടുക്ക് 10%, രണ്ടിനും തോറ്റവർ. ഇനി മാത്സിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാൻ 30% മാത്സിന് തോറ്റതാണ്. അതിൽ നിന്ന് രണ്ടിനും തോറ്റ 10% കുറച്ചാൽ 20% പേരാണ് മാത്സിന് മാത്രം തോറ്റത്. ഇംഗ്ലീഷിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാൻ 40% ഇംഗ്ലീഷിന് തോറ്റു. അതിൽ നിന്ന് രണ്ടിനും തോറ്റ 10% കുറച്ചാൽ ബാക്കി 30% ഇംഗ്ലീഷിന് മാത്രം തോറ്റതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 20% മാത്സിന് മാത്രം, 10% രണ്ടിനും തോറ്റവർ, 30% ഇംഗ്ലീഷിന് മാത്രം. അപ്പോൾ ആകെ 60% പേരാണ് തോറ്റത്. അപ്പോൾ ബാക്കി 40% പുറത്തായിരിക്കും. ഇവർ രണ്ടിനും ജയിച്ചവരായിരിക്കും. സോ ആൻസർ 40% എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ തോറ്റവരെയാണ് സർക്കിളിനുള്ളിൽ ഇതാക്കിയത് അല്ലേ? സോ ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ മാത്സിന് തോറ്റവർ, അതാകെ 30%. രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് തോറ്റവർ, അതാകെ 40%. നടുക്ക് വരുന്നവർ രണ്ടിനും തോറ്റവർ, അത് 10%. അപ്പോൾ ഈ മാത്സിന് മാത്രം തോറ്റവരെ കാണാൻ ആകെയുള്ള 30ൽ നിന്ന് 10 കുറച്ച് 20, ഇംഗ്ലീഷിന് മാത്രം തോറ്റവരെ കാണാൻ ആകെയുള്ള 40ൽ നിന്ന് 10 കുറച്ച് അപ്പോൾ 30.
ശരിയാണോ? അപ്പോൾ ബാക്കി പുറത്തുള്ളവർ രണ്ടിനും ജയിച്ചവരായിരിക്കും അല്ലേ. സോ 20ഉം ഈ 10ഉം 30ഉം ഈ 30ഉം 60, ബാക്കി 40% പുറത്തുണ്ട്, അവർ രണ്ടിനും ജയിച്ചവരാണ്. മുന്നോട്ട് അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിൽ 80 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 80 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ 80 കുട്ടികളുണ്ട്. ഇതിൽ 45% പേർ ഇംഗ്ലീഷിന് വിജയിച്ചു, 35% പേർ കണക്കിന് വിജയിച്ചു, 20% പേർ 2 വിഷയങ്ങൾക്കും വിജയിച്ചു. എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര? ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ ആകെ 80 കുട്ടികളുണ്ട്. ക്ലാസ്സിൽ ആകെ 80 കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 80 കുട്ടികളിൽ 45% ആളുകൾ ഇംഗ്ലീഷിന് വിജയിച്ചവരാണ്. ഓക്കെ, 35% കണക്കിന് മാത്സിന് വിജയിച്ചവരാണ്. 20% ആളുകൾ ഇംഗ്ലീഷിനും മാത്സിനും രണ്ടിനും കൂടെ വിജയിച്ചവരാണ്. ശരിയല്ലേ? എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനം എന്നല്ല, എത്ര എണ്ണം എന്നതാണ് ചോദ്യം. നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാം. ആദ്യത്തെ സർക്കിളിൽ വരുന്നവർ ഇംഗ്ലീഷിന് ജയിച്ചവർ, രണ്ടാമത്തെ സർക്കിളിൽ വരുന്നവർ മാത്സിന് ജയിച്ചവർ ആണോ? സോ ഇത് ഇംഗ്ലീഷിന് ജയിച്ചവരാണ്, ഇത് മാത്സിന് ജയിച്ചവരാണ്. നടുക്ക് വരുന്ന 20% രണ്ടിനും ജയിച്ചവരാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ജയിച്ചവരെ കണ്ടുപിടിക്കാൻ ആകെയുള്ള 45%ത്തിൽ നിന്ന് 20 കുറയ്ക്കണം അല്ലേ. സോ 25% ആളുകളാണ് ഇംഗ്ലീഷിന് മാത്രം ജയിച്ചത് ആണോ? മാത്സിന് മാത്രം ജയിച്ചവരെ കാണാൻ ആകെയുള്ള 35%ത്തിൽ നിന്ന് രണ്ടിനും ജയിച്ച് 20% കുറയ്ക്കണം. അപ്പം 15% ആളുകളാണ് മാത്സിന് മാത്രം ജയിച്ചത് അല്ലേ. അപ്പോൾ 20% ആളുകൾ രണ്ടിനും ജയിച്ചു, 25% ആളുകൾ ഇംഗ്ലീഷിന് മാത്രം ജയിച്ചു, 15% ആളുകൾ മാത്സിന് മാത്രം ജയിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാം കൂട്ടിക്കേ. 25ഉം 20ഉം 45, 50, 60% ആളുകൾ ഇവിടെയായി. അപ്പോൾ ബാക്കി 40% ആളുകളാണ് രണ്ടിനും തോറ്റവർ അല്ലേ. ഇനി എത്ര ശതമാനം എന്നല്ല, എത്ര എണ്ണം എന്നാണ്. ആകെ 80 ആളുകളാണുള്ളത്. 80ൻ്റെ 40% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരവായി. 80ൻ്റെ 40%, 80ൻ്റെ 10% 8ആണ്. 40% 8 × 4 84, 32 മക്കളെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 32 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ആകെ എണ്ണം തന്നിട്ടുണ്ട്, ശരിയല്ലേ? ആകെ എണ്ണം 80 പറഞ്ഞിട്ടുണ്ട്. ഇനി 80 ആളുകളുള്ളതിൽ 45% പേര് ഇംഗ്ലീഷിന് ജയിച്ചവരാണെന്നും 35% പേര് മാത്സിന് ജയിച്ചവരാണെന്നും 20% പേര് ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചവരാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, 20% പേര് രണ്ടിനും ജയിച്ചവർ. അപ്പം രണ്ടിനും ജയിച്ചവർ നടുക്ക് 20%, ഇംഗ്ലീഷിന് മാത്രം ജയിച്ചവർ 25%, മാത്സിന് മാത്രം ജയിച്ചവർ 15%. അപ്പോൾ കൂട്ടുമ്പോൾ 25ഉം 20ഉം 45ഉം 15ഉം 60, അകത്തെല്ലാം കൂടെ 60. അപ്പോൾ ബാക്കി 40% ആളുകൾ പുറത്ത് വരും. ശരിയാണോ? അത് രണ്ടിനും തോറ്റവരാണ്. രണ്ടിനും തോറ്റവർ എത്ര എണ്ണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആകെ 80 ആളുകളിൽ 40% പേര് രണ്ടിനും തോറ്റു. അപ്പോൾ 80ൻ്റെ 40% കണ്ടുപിടിച്ചു. 80ൻ്റെ 10% 8, 40% അതിൻ്റെ 4 ഇരട്ടി, 4 32 നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ. ഓക്കെ, നമ്മുടെ 14ാമത്തെ ടൈപ്പ് ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇഫ് 2 numbers are respectively 20% and 50% more than a third number, then the first number is what percentage of the second number? അല്ലേ, അവർ പറയുവാണ് 2 സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ യഥാക്രമം 20%, 50% കൂടുതലാണ് എങ്കിൽ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ്? ഒന്നുകൂടെ പറയാം. എത്ര സംഖ്യകൾ ഇവിടെ ഉണ്ട്? 1, 2, 3 സംഖ്യകളുണ്ട്.
ശരിയാണോ? ഇവർ പറയുവാണ് രണ്ട് സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ. അപ്പോൾ ഈ മൂന്നാമത്തെ സംഖ്യ ഞാൻ 100 എന്നെടുത്തു. മൂന്നാമത്തെ സംഖ്യ 100 എന്നെടുത്താൽ ഈ രണ്ട് സംഖ്യകൾ മൂന്നാമത്തെ സംഖ്യയേക്കാൾ 20% 50% വീതം കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 20% കൂടുതലാണെന്ന് പറഞ്ഞാൽ 120, രണ്ടാമത്തെ സംഖ്യ 50% കൂടുതലാണെന്ന് പറഞ്ഞാൽ 150. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സംഖ്യകൾ. ഇവർ പറയുവാണ് രണ്ട് സംഖ്യകളുണ്ട്, അത് മൂന്നാമത്തെ സംഖ്യയേക്കാൾ ഒരെണ്ണം 20% കൂടുതലാണ്, ഒരെണ്ണം 50% കൂടുതലാണ്. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ ഞാൻ 100 എടുത്തു. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 20% കൂടുതലല്ലേ, അപ്പോൾ 120. രണ്ടാമത്തെ സംഖ്യ 50% കൂടുതലല്ലേ, അപ്പോൾ 150. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 120, 150, 100. ഓക്കെ. ഇനി ചോദ്യം, ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ്? ഒന്നാമത്തെ സംഖ്യ 120, രണ്ടാമത്തെ സംഖ്യ 150. 120 150ൻ്റെ എത്ര ശതമാനമാണെന്ന ചോദ്യം. 120 150ൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 120 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്താൽ ഉത്തരവായി. 120 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 ചെയ്താൽ ഉത്തരവായി. നമുക്ക് 50 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ. 50 വെച്ച് വെട്ടുമ്പോൾ ഇത് 2 തവണ. 3 വെച്ച് വെട്ടുമ്പോൾ ഇത് 4, 40. 40 ഇൻറ്റു 2, ആൻസർ 80% എന്നാണ് കിട്ടുന്നത്. 80%. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 80%. ഇതേ പാറ്റേൺ അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചേ. രണ്ട് സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ യഥാക്രമം 25%, 60% കൂടുതലാണ് എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ്? ഓക്കെ. അപ്പം 3 സംഖ്യകൾ 1, 2, 3 ഇതാണ് നമ്മുടെ 3 സംഖ്യകൾ. കേൾക്കുന്നുണ്ടോ? 3 സംഖ്യകൾ. ഓക്കെ. ഈ രണ്ട് സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ, അപ്പോൾ മൂന്നാമത്തെ സംഖ്യ 100 എടുത്തു. ഒന്ന് 25% കൂടുതലാണ്, അപ്പോൾ 125. അടുത്തത് 60% കൂടുതലാണ്, അപ്പോൾ 160. അപ്പോൾ 3 സംഖ്യകൾ 125, 160, 100. ഇനി ചോദിക്കുവാണ് രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ്? ഇതാണ് രണ്ടാമത്തെ സംഖ്യ, ഇതാണ് ഒന്നാമത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യയായ 160, ഒന്നാമത്തെ സംഖ്യയായ 125ൻ്റെ എത്ര ശതമാനമാണ്? അപ്പം 160 125ൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 160 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്യണം. ആണോ? നമുക്ക് 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ, ഇത് 5 തവണ വരും. മക്കളെ, ഈ 5ഉം 160ഉം വെട്ടാം. 15ൽ 3, ബാക്കി ശിഷ്ടം 10ൽ 2. സോ 120ഉം 8ഉം അല്ലെ 128% എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 128%. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ചെയ്യേണ്ട ടെക്നിക്ക് ഇങ്ങനെയാണ്. ഒരു ചോദ്യം കൂടെ ചെയ്യാം. രണ്ട് സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ യഥാക്രമം 25%, 28% കുറവായാൽ രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയുടെ എത്ര ശതമാനമാണ്? അപ്പം 3 സംഖ്യകൾ, ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്. 3 സംഖ്യകൾ എടുത്തു. ഇനി രണ്ട് സംഖ്യകൾ മൂന്നാമതൊരു സംഖ്യയേക്കാൾ, അപ്പോൾ മൂന്നാമത്തെ സംഖ്യ 100 എടുത്തു. ആദ്യത്തേത് 25% കുറവാണ്, അപ്പോൾ ആദ്യത്തേത് 75 എടുത്തു. രണ്ടാമത്തേത് 28% കുറവാണ്. 28% കുറവാണെങ്കിൽ നമ്മൾ 72 എടുത്തു അല്ലേ. അപ്പോൾ 3 സംഖ്യകൾ 75ഉം 72ഉം 100. കണ്ടോ? മൂന്നാമത്തെ സംഖ്യയേക്കാൾ 25% കുറവാണ് ഒന്നാമത്തേത്, 28% കുറവാണ് രണ്ടാമത്തേത്. ഇനി ചോദ്യം, രണ്ടാമത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യയുടെ എത്ര ശതമാനം? അതായത് രണ്ടാമത്തെ സംഖ്യ 72, ഒന്നാമത്തെ സംഖ്യ 75. 72 75ൻ്റെ എത്ര ശതമാനം? 72/75 ഇൻറ്റു 100 ആണ് നമ്മുടെ ആൻസർ. 25 വെച്ച് വെട്ടിക്കളയാം. 3, ഇത് 4 ആണോ? ഇതും കൂടെ വെട്ടിക്കളയാം. 7ൽ 2, 12ൽ 4 ആണോ? 24 ഇൻറ്റു 4 96 കിട്ടും. നമ്മുടെ ആൻസർ 96% എന്ന് വരും. ഓപ്ഷൻ കറക്റ്റ് സി ആണ്, 96%. അപ്പം നമ്മൾ പഠിപ്പിച്ച ഇത്രയും ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി,
കൃത്യമായി ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് പഠിപ്പിച്ച ചോദ്യങ്ങൾ, കൺസെപ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് നന്നായി ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ മക്കളെ, ടാറ്റാ.